കായംകുളത്ത് അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ ലൈംഗികാതിക്രമം നടത്തിയെന്ന കേസിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് യുവതി. പ്രതിയെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കാനാണ് കൊല്ലം സ്വദേശിനിയുടെ തീരുമാനം. അതേസമയം പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്നാണ് കായംകുളം ഡിവൈഎസ്പിയുടെ കണ്ടെത്തൽ. വിശദമായ റിപ്പോർട്ട് ഇന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ഡിജിപിക്ക് കൈമാറും. മനീഷ് മഹിപാലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് മനീഷ്. ഈ വീഴ്ച പറ്റിയിട്ടില്ല എന്ന് പോലീസ് പറയുന്നു, പക്ഷേ പിന്നെ എന്തിനാണ് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല? അതുകൊണ്ടല്ലേ അവർക്ക് കോടതിയിൽ പോകേണ്ടി വരുന്നത്? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെൺകുട്ടിക്ക് പീഡനമുണ്ടായി എന്നുള്ളതാണ്. പക്ഷേ പോലീസ് എടുത്തിരിക്കുന്ന ചാർജ് ലൈംഗിക അതിക്രമം മാത്രമാണ്. അതാണ് പ്രധാനപ്പെട്ട വിഷയം. ഒപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച എന്ന് പെൺകുട്ടി ചൂണ്ടിക്കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വൈദ്യ പരിശോധന പെൺകുട്ടിയുടെ നടത്തിയിട്ടില്ല. ഒപ്പം തന്നെ കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ഒപ്പം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അതായത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്ന വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയത് അടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഇപ്പോഴിതാ കോടതിയെ സമീപിക്കാനിരിക്കുകയാണ് ഈ പെൺകുട്ടി. ഇതുമായി ബന്ധപ്പെട്ട് DGP അടിയന്തരമായി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അത് ഇന്ന് രാവിലെ തന്നെ ആ റിപ്പോർട്ട് ഇതിനോടകം തന്നെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ടാകാം. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് DGP നിലവിൽ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ പോലീസിന്റെ വെർഷൻ, അതായത് 4-ാം തീയതി രാത്രി സംഭവം ഉണ്ടായ ശേഷം ആലപ്പുഴ ഈ കായംകുളത്ത് നിന്നും ആശുപത്രിയിൽ നിന്നും ലഭിച്ച ഇന്റിമേഷനിൽ ആദ്യം പെൺകുട്ടിക്ക് ലൈംഗിക അതിക്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ഇന്റിമേഷൻ ഉണ്ടായിരുന്നില്ല. പിന്നീട് 3 മണിക്കൂറിന് ശേഷം 2ാമത്തെ ഇന്റിമേഷനിലാണ് അങ്ങനെ ഒരു വിവരം ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. ഇനി 2ാമത്തെ ഇന്റിമേഷനിലാണെങ്കിൽ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും വകുപ്പുകൾ ചുമത്തിയിൽ നിന്നും 354 അടക്കമുള്ള ലൈംഗിക അതിക്രമത്തിന്റെ വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയത്. അത് 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ സാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ പോക്സോ, ഒപ്പം തന്നെ പീഡന കേസുകളിൽ മാത്രമാണ് അടിയന്തരമായി കോടതിയെ സമീപിച്ച് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. ഇത്തരം കേസുകളിൽ കുറച്ച് ദിവസം, അതായത് കാലതാമസം എടുത്ത് കോടതിയിൽ അപേക്ഷ കൊടുത്ത ശേഷം മാത്രമായിരിക്കും രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നുള്ള വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ളത്. പക്ഷേ പെൺകുട്ടിക്ക് നീതി ലഭിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിൽ ആദ്യ ദിവസം പെൺകുട്ടി പരാതി നൽകിയെങ്കിലും അടുത്ത ദിവസം സ്റ്റേഷനിൽ ഹാജരായി എത്തി മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുക്കാമെന്നാണ് ആദ്യം കായംകുളം പോലീസ് അറിയിച്ചത്. അതായത് 4-ാം തീയതി രാത്രി ഉണ്ടാകുന്നു. 5-ാം തീയതി പെൺകുട്ടി കായംകുളം പോലീസ് സ്റ്റേഷനിൽ എത്തിയ ശേഷം പിന്നീട് 6-ാം തീയതി മാത്രമാണ് ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്തത്. അങ്ങനെയുള്ള കാലതാമസം ഉണ്ടായി. ഒപ്പം തന്നെ ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും 1.5 ലക്ഷം രൂപയോളം ആദ്യം, അതായത് 1.5 ലക്ഷം രൂപ ആദ്യം പറഞ്ഞു ഈ കേസ് കൊടുക്കരുത്, പരാതി കൊടുക്കരുത് എന്ന് പറഞ്ഞു. 10 ലക്ഷം രൂപ വരെ ഓഫർ വന്നു. സിനിൽ സവാദ് എന്ന് പറയുന്ന വ്യക്തി വലിയ ഉന്നത സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ അടക്കം സ്വാധീനിച്ചു എന്നാണ് നിലവിൽ ഉയരുന്ന ആരോപണം. അതുകൊണ്ട് തന്നെയാണ് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ, ഇങ്ങനെയുള്ള വലിയ അതിക്രമം ഉണ്ടായിട്ട് പോലും സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രം ചുമത്തി ഈ പ്രതിയെ വിട്ടയച്ചു എന്ന ആക്ഷേപമാണുള്ളത്. ഇപ്പോഴിതാ ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് കൊടുത്ത ശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ കൂടി ചുമത്തും. അങ്ങനെ കൂടുതൽ വകുപ്പുകൾ കൂടി ചുമത്തിയാൽ പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയെങ്കിൽ വീണ്ടും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കും. ഇപ്പോഴിതാ കായംകുളം പോലീസ് അറിയിക്കുന്നത് ഇന്നലെ തന്നെ കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്താനായി ആലപ്പുഴ CJM കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നാണ്. എന്താണെങ്കിലും പെൺകുട്ടി കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ഇന്നത്തെ ഈ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവി DGPക്ക് കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേസിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. എന്തായാലും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് യുവതി. മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ.